ഇപ്പോൾ ആശമാരുടെ വിഷയം സഭയിൽ ഉന്നയിക്കുകയാണ് നജീം കാന്തപുരം. അതിലേക്ക് വളരെ ഒരു മിനിമം കൂലിക്ക് വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്. വളരെ സങ്കടകരമാണ് അവരുടെ ജീവിതം. ഞാനൊരു വാർഡ് മെമ്പറായി MLA ആയി ഇവിടെ വന്ന ആളാണ്. എനിക്കറിയാം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആഴം, അവരുടെ സങ്കടങ്ങൾ. ബഹുമാനപ്പെട്ട നിയമ വ്യവസായം കയർ വകുപ്പ് മന്ത്രി സാർ, അങ്ങ് പറഞ്ഞോ സാർ. സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞതിന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു അടിയന്തര പ്രമേയ അവതാരകന്റെ ഇവിടെ നടത്തിയ പ്രസംഗം. സാർ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ബൈബിള് ഞാൻ നോക്കിയില്ല, അദ്ദേഹം പറഞ്ഞത് ശരിയായോ എന്ന് ഒരു സംശയം പറയുന്നുണ്ടായിരുന്നു. ബൈബിളിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ബൈബിളും ചൈനയും സാർ, ബൈബിളും ചൈനയും പിന്നെ ബഹിരാകാശവും അല്ലാതെ ഈ അംഗനവാടി വർക്കർമാരുടെ ഏതെങ്കിലും പ്രശ്നം അദ്ദേഹം കൂടെ ഉന്നയിച്ചോ? ഇത്രമാത്രം പരിതാപകരമായ ഒരു അടിയന്തര പ്രമേയ അവതരണം, അത് ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയുന്ന അദ്ദേഹം പറഞ്ഞത് ഇവിടെ റെക്കോർഡിലുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞത് എന്താ? അംഗനവാടി വർക്കേഴ്സിന് നല്ല രീതിയിൽ വേതനം കിട്ടണം. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് കേന്ദ്രത്തോട് നമ്മൾ എല്ലാവരും കൂടി ആവശ്യപ്പെടേണ്ട കാര്യമാണ്. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്. അംഗനവാടി പ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ വ്യക്തിപരമായ ചില പരാമർശങ്ങളൊക്കെ നടത്തി. അപ്പം അങ്ങനെ നമ്മൾ പോകാൻ പാടുണ്ടോ? ഓരോ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൊതുസമരത്തിൽ നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നാൽ എവിടെ നിൽക്കും? ഞങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ലല്ലോ. നമ്മൾ അങ്ങനെയുള്ള അവതരണങ്ങളാണ് വേണ്ടത്. ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലും തനിക്ക് നേരെയാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴെങ്കിലും ഉണ്ടാകും. നല്ലതല്ലേ? നിങ്ങളുടെ നേതാക്കന്മാർ മന്ത്രിമാരായി വന്നവർ ജീവിതത്തിന്റെ ഏതെങ്കിലും കനൽ വഴികളിലൂടെ മടന്നു വന്നവരുണ്ടോ? അല്ല, എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചേ. ഞാൻ കോൺഗ്രസിന്റെ ആളല്ല ചോദിക്കുന്നത്. ഇവിടെ അവതരണം നടത്തിയിട്ടുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഓരോരുത്തരും ഓരോ മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആളില്ലേ ശ്രീ മൻമോഹൻ സിംഗ്, ഏത് സമരത്തിന്റെ ചൂടറിഞ്ഞിട്ട്, ഏത് ജയിൽ ജീവിതത്തിന്റെ ചൂടറിഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നത്? ഞങ്ങൾ എപ്പോഴെങ്കിലും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അദ്ദേഹം വളരെ ആദരണീയനായ വ്യക്തിത്വമാണ്. അദ്ദേഹം വളരെ ആദരണീയനായ വ്യക്തിത്വമായിട്ടല്ലേ ഞങ്ങൾ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ഒന്ന് പറയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കാം. ഇവിടെ അംഗനവാടി ആശയിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാളാണല്ലോ. ആശാ വർക്കേഴ്സിന് വേണ്ടിയുള്ള ഈ സമരം എന്ന് ആ സമരം, ഇപ്പൊ നടക്കുന്ന സമരം, ഒരു ദിവസം STU അവിടെ വന്നിരുന്നിട്ടുണ്ടോ? STUവിന്റെ അഭിപ്രായം എന്താ? INTUCയുടെ അഭിപ്രായം എന്താ? ഈ സമരത്തോടൊപ്പം നിന്നതുകൊണ്ടാണോ INTUCയും STUവും നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങൾ നേതാക്കന്മാർ പോയി, MLA മാർ പോയി, ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? INTUC നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്നലെ ഇവിടെ ധനകാര്യമന്ത്രി പറഞ്ഞില്ലേ, നമ്മൾ കാണേണ്ട രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ അംഗനവാടി ആശാ വർക്കേഴ്സിന് മാത്രമല്ല, കർണാടകയും തെലുങ്കാനയും കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ആകെ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിക്ക് അവിടെ പരവതാനി വിരിച്ച് സമരപ്പന്തലിൽ സ്വീകരണം നൽകുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ? നിങ്ങളുടെ നേതാവും BJP നേതാവും ഒന്നിച്ചു നിന്നിട്ട് സമരപ്പന്തലിൽ വന്നില്ലേ? ഇത് ബംഗാളിലൊരു സഖ്യമുണ്ടായിരുന്നു സാർ, ബംഗാളിലൊരു സഖ്യമുണ്ടായിരുന്നു. ഒരു വശത്ത് SUCI, മറുവശത്ത് മാവോയിസ്റ്റ്, ജമാഅത്ത് ഇസ്ലാമി, തൃണമൂൽ കോൺഗ്രസ് എല്ലാവരും ചേർന്ന് സഖ്യമുണ്ടായിരുന്നു. ആ സഖ്യം എന്തിനായിരുന്നു എന്ന് ഇപ്പൊ വ്യക്തമായില്ലേ? എന്നാൽ കേരളം ആ രൂപത്തിലല്ല. ഇതിന്റെ രാഷ്ട്രീയത്തെയൊക്കെ നന്നായി തിരിച്ചറിയാൻ കേരളത്തിന് കഴിയും, കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. സാർ, UDF ഭരിക്കുമ്പോൾ അംഗനവാടി ഹെൽപ്പർമാർക്ക് 5600 രൂപയായിരുന്നു, വർക്കേഴ്സിന് 5600, ഹെൽപ്പറിന് 4100 രൂപ. ഇപ്പൊ എത്രയാ? ഇപ്പോ
13,000 രൂപയും 9,000 രൂപയാക്കി ഉയർത്തിയത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് സാർ. കഴിഞ്ഞ 2016 ശേഷമാണ് സാർ. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ആരംഭിച്ചത്, അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഈ ഗവൺമെന്റ് 2009 മുതലാണ് സാർ. 2009 മുതൽ ക്ഷേമനിധി തുടങ്ങി, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. ക്ഷേമനിധി ബോർഡ് സംവിധാനം പിന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ ക്ഷേമനിധി എന്ന സംവിധാനം ആദ്യമായി അംഗനവാടി വർക്കേഴ്സിന് വേണ്ടി കേരളത്തിൽ തുടങ്ങിയത് ഇടതുപക്ഷമാണ്. വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ അദ്ദേഹം ഒരു പ്രശ്നവും ഉന്നയിക്കാത്തതുകൊണ്ട്, പ്രമേയത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും അവതരണത്തിൽ ഉന്നയിക്കാത്തത് കൊണ്ട് ഓരോന്നെടുത്ത് ഞാൻ വീണ്ടും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. ഇത് രാഷ്ട്രീയം മാത്രമാണ്. നോക്കൂ സാർ, ഇതാണ് 14/3/2025 സെക്രട്ടേറിയറ്റ് അനക്സിൽ അനക്സ് 2-ൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സാണ് സാർ. യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു? ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, KS സുനിൽകുമാർ CIT സെക്രട്ടറി, KK പ്രസന്നകുമാരി ചെയർപേഴ്സൺ അംഗനവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് വെൽഫെയർ ബോർഡിന്റെ ചെയർപേഴ്സൺ, ശ്രീ R ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് INTUC, ശ്രീ അജയ് തറയിൽ സംസ്ഥാന പ്രസിഡന്റ് INTUC അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ. സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. നജീബ് കാന്തപുരത്തിന്റെ അടിയന്തര പ്രമേയ അവതരണത്തെ തന്നെ ധനമന്ത്രി പരിഹസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരോഗ്യമന്ത്രി ഏത് സമരമുഖത്ത് നിന്നിട്ടാണ് ആശമാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന ചോദ്യത്തെ അതിൽ സ്പീക്കർ ഇടപെടുകയും ആ വിഷയം കൃത്യമായി മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വന്ന പശ്ചാത്തലം അടക്കം പറഞ്ഞുകൊണ്ട് ധനമന്ത്രി P രാജീവ് എതിർക്കുന്നതും നമ്മളിപ്പോൾ കണ്ടു. അടിയന്തര പ്രമേയത്തിന് സഭയിൽ അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വാർത്ത.